അവസരങ്ങൾ തേടിപ്പോയില്ല, വന്നതുമില്ല. തേടിപ്പോകുമ്പോൾ പലതും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിന് ഞാൻ തയ്യാറല്ലായിരുന്നു. റഷ്യയിൽ ജനിച്ചു വളർന്ന് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അവർക്കിത് ഇന്ത്യയിൽ തന്നെ അവതരിപ്പിക്കണം എന്നൊരു ആഗ്രഹത്തിൽ എത്തുന്നതും അങ്ങനെ എന്നിലേക്ക് എത്തിച്ചേരുന്നതുമായിരുന്നു ഈ ഒരു പ്രോജക്റ്റ്. എഴുതുമ്പോഴേ അത് മനസ്സിലുള്ളത് കൊണ്ട് എന്നോട് കഥ പറയുമ്പോൾ തന്നെ ഇറ്റ് സൗണ്ടഡ് സോ ഇൻട്രസ്റ്റിംഗ് ടു മീ. അപ്പോൾ എന്തായാലും തിയേറ്ററും ഡാൻസും സ്റ്റേജിലാണല്ലോ. ഐ ലവ് ബീങ് ഓൺ ദി സ്റ്റേജ്. തിയേറ്ററിക്കൽ ഡാൻസ് പ്രൊഡക്ഷനാണ്. നൃത്തത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു തിയേറ്റർ പ്രൊഡക്ഷനാണ്. മലയാളി പ്രേക്ഷകർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും ആസ്ഗ്രോൺ തരുന്നത്. ബിക്കോസ് നമസ്കാരം. തലസ്ഥാനത്ത് ഹോളിവുഡ് മാതൃകയിൽ ഒരു നാടകം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ട്രാൻസ് വുമണായ അദ്രജയാണ്. എന്തായാലും ഈ ഒരു നാടകത്തിൻ്റെ പിന്നാമ്പുറത്തും മുന്നിലും പ്രവർത്തിച്ച ആൾക്കാർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ നാടകത്തിൻ്റെ സംവിധാനത്തിലേക്ക് എത്തുന്നത് ഈ നാടകത്തിനാസ്പദമായ യഥാർത്ഥ കഥ അത് രചിച്ചിരിക്കുന്നത് റഷ്യൻ അമേരിക്കൻ റൈറ്ററായിട്ടുള്ള എലന ഒലബ്ദേവയാണ്. എലന എന്നിലേക്ക് എത്തിപ്പെടുന്നതായിരുന്നു ഈ ഒരു പ്രൊഡക്ഷനിലേക്ക് ചെയ്യണം. അതായത് അവർക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. ഇപ്പം ഒരു റഷ്യൻ അമേരിക്കൻ റൈറ്ററാണ്, റഷ്യയിൽ ജനിച്ചു വളർന്ന് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അവർക്കിത് ഇന്ത്യയിൽ തന്നെ അവതരിപ്പിക്കണം എന്നൊരു ആഗ്രഹത്തിൽ എത്തുന്നതും അങ്ങനെ എന്നിലേക്ക് എത്തിച്ചേരുന്നതുമായിരുന്നു ഈ ഒരു പ്രോജക്റ്റ്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ്? ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തമാശ രൂപേണ പറയാനാണെങ്കിൽ ഹാരി പോട്ടറും സ്ട്രേഞ്ചർ തിങ്സും കൂടി പരസ്പരം പ്രണയിച്ചു. എന്നിട്ട് അവർ ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിക്കും. സ്ട്രേഞ്ചർ തിങ്സ് പോയി നമ്മുടെ മലയാളം മൂവി കുമാരിയെ കല്യാണം കഴിച്ചു. ഹാരി പോട്ടർ പോയി തുമ്പടിനെ കല്യാണം കഴിച്ചു. അവർക്കൊരു കുട്ടിയുണ്ടായി. അവർ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചൊരു കുട്ടി ഉണ്ടായാലും എങ്ങനെയുണ്ടാവും? ദാറ്റ് ഇസ് ആസ്ഗ്രോൺ എന്ന് പറയാം. കാരണം മാന്ത്രികം, ഈ ഡെമി ഗോഡ്സ്, പിന്നെ അത് കഴിഞ്ഞ് കർമ്മം, കാർമ്മിക വലയം, ഇതിനെ എല്ലാത്തിനെയും ഒരു പ്രണയത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു നാടകം. ഇതൊരു തിയേറ്ററിക്കൽ ഡാൻസ് പ്രൊഡക്ഷനാണ്. നൃത്തത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു തിയേറ്റർ പ്രൊഡക്ഷനാണ്. അത് നമ്മുടെ മലയാളികൾ, ഒരു കലാസ്വാദക, ഒരു എഴുത്തുകാരി, ഈ ഒരു കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇത്തരമൊരു പ്രൊഡക്ഷൻ കണ്ട അനുഭവമില്ല. അപ്പോൾ ഉറപ്പായും മലയാളി പ്രേക്ഷകർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും ആസ്ഗ്രോൺ തരുന്നത്. ബിക്കോസ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് വരുന്ന കലാകാരന്മാർ, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവരുണ്ട്, ഡൽഹിയിൽ നിന്ന് വരുന്നവരുണ്ട്. അത് പല പല തരത്തിലുള്ള കലാരൂപങ്ങൾ. ഇപ്പോൾ ചാവു പോലെയുള്ള ഡാൻസ് നമ്മുടെ മലയാളികൾക്ക് ഒട്ടും പരിചിതമല്ല. ചാവു എന്ന് പറഞ്ഞൊരു ഡാൻസ് ഉണ്ടോ എന്ന് പോലും മലയാളികൾക്ക് അറിയില്ല. പക്ഷേ ആ കലാരൂപം അതിന് നമ്മളിവിടെ കേരളത്തിൻ്റെ ഒരു കലാ പ്ലാറ്റ്ഫോമിലേക്ക് അവതരിപ്പിക്കുമ്പോൾ നമുക്കതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് ഡൽഹിയിൽ നിന്ന് വിക്കി ഭാരതിയുണ്ട്. ഒപ്പം തന്നെ നമുക്ക് മഹാലക്ഷ്മി സർവേശ്വരൻ, ദ ഫേമസ് ഭരതനാട്യം ആർട്ടിസ്റ്റ് ആൻഡ് ആക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾസോ വിനു പി വർമ്മ ഫ്രം ബാംഗ്ലൂർ, ഒരു ആക്ടറാണ്. പിന്നെ ദേവേഷ് ഉണ്ട്, ശ്യാമ, ഇവരൊക്കെ ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നവരാണ്. അപ്പോൾ ഒരു മലയാളികൾക്ക് കണ്ട് പരിചിതമല്ലാത്തൊരു പുതിയൊരു അനുഭവം, ദൃശ്യാനുഭവം തരുമെന്ന കാര്യത്തിൽ, അതാണ് ഈ ഒരു ഹോളിവുഡ് മാതൃക എന്ന് പറയുന്നത്, ഒരു ദൃശ്യാനുഭവം തരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ത് സന്ദേശമാണ് നൽകാൻ ഒരുങ്ങുന്നത്? ഓക്കെ, ഇത് പ്രണയം എന്ന് പറഞ്ഞല്ലോ, പ്രണയത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെയാണ്. അവിടെ പ്രായം, ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ രാഷ്ട്രീയങ്ങൾക്കപ്പുറമാണ് പ്രണയം. അപ്പോൾ അങ്ങനെ ഒരു ലിംഗഭേദത്തിനപ്പുറമുള്ള ഒരു പ്രണയം. സോ അത് നമ്മുടെ ഒരു സൊസൈറ്റിയിലേക്ക് അത് ഇത് കൊടുക്കേണ്ട ഒരു സമയമാണ് എന്നതുകൂടി ഇതിനകത്തൊരു കാര്യമുണ്ടല്ലോ, വളരെ റെലവൻ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു ലിംഗഭേദങ്ങൾക്കപ്പുറം ഉള്ള രണ്ട് പ്രണയിതാക്കൾ, രണ്ട് കമിതാക്കൾ, അവരുടെ ഈ ഒരു പുനർജന്മവും അവരുടെ മാന്ത്രികമായ ശക്തികൾ, അവരുടെ ഈ ഒരു കാർമ്മിക ലൂപ്പ്, വിധി, ഇതിനകത്തൊക്കെ നിന്നുകൊണ്ടുള്ള ഒരു ഫാൻറ്റസി, ഒരു ത്രില്ലർ കഥയാണിത്. ഇതിൽ മുഖ്യ കഥാപാത്രം ഇതിനകത്ത് എല്ലാ കഥാപാത്രങ്ങളും വളരെ തുല്യ പ്രാധാന്യം അറിയിക്കുന്നവരാണ്. കാരണം ഇതിനകത്ത് രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ, രണ്ട് ലീഡിങ് സ്ത്രീ കഥാപാത്രങ്ങൾ
അവരുടെ കഥയിൽ അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പല പല കഥാപാത്രങ്ങൾ എല്ലാവർക്കും തുല്യമായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ വിക്കി ഭാരതിയെ ചെയ്യുന്നത് ഇതിനകത്ത് ഒരു പ്രധാന ആൻറ്റഗണിസ്റ്റ് വേഷമാണ്. അതുകൂടാതെ വിനുചേട്ടൻ ചെയ്യുന്നത് ഇതിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട വേഷമാണ്. അത് വേഷങ്ങൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാവുന്നത്. ദേവേഷ് ആയിക്കൊള്ളട്ടെ, അതുപോലെ ഒരു തത്തുല്യമായ പ്രാധാന്യം അറിയിക്കുന്ന വേഷമാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ 2 ലീഡിങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് മഹ ആൻഡ് ശ്യാമയാണ്. ശ്യാമ ഷീസ് മൈ സീനിയർ സ്റ്റുഡൻറ്റ്. അങ്ങനെ ഒരു വലിയൊരു ടീമാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അനുഗ്രഹയുണ്ട്. അനുഗ്രഹ ഒരു TV-യിൽ സുപരിചിതയായ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് കൂടിയാണ്. സോ അനുഗ്രഹ ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. സോ ഒരു വലിയൊരു ടീം വർക്കാണിത്. ഈ ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ ഇന്ന ക്യാരക്ടേഴ്സിന് ഇന്ന ആളാണ് ചേരുക എന്ന് മനസ്സിൽ തോന്നി? അത് ഞാൻ പറയാം. അതായത് ഈ കഥ എലന കഴിഞ്ഞ മെയ് മാസമാണ് എന്നോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഥാപാത്രങ്ങളിൽ ആദ്യം ഈ 2 സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അപ്പോൾ എലന പറയുന്ന പോലെ ഹൈ പവർ എന്ന് പറയും, ഒരു ഉന്നതമായ ശക്തി. അങ്ങനെ ഒരു ശക്തി പറയുന്നത് പോലെ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു മുഖമായിരുന്നു മഹ ആൻഡ് ശ്യാമ. ഇവർ 2 പേരുമാണ് ആദ്യം ഒരു യാദൃശ്ചികമായി മനസ്സിൽ വന്നൊരു ഈ കഥ കേൾക്കുമ്പോൾ, ഈ കഥാപാത്ര വിവരണം കേൾക്കുമ്പോൾ പിന്നീടാണ് ഇതിനകത്തുള്ള ബാക്കി കഥാപാത്രങ്ങളിലേക്ക് എത്തണം. മഹ ഇതിനകത്ത് ഈ ക്യാരക്ടർ ചെയ്യാൻ മഹയിൽ അപ്പുറത്തൊരു വ്യക്തി ഒരു അഭിനേതാവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആൻഡ് ഞാൻ അത് സജഷൻ പറഞ്ഞപ്പോൾ എലനയും രാജശ്രീ മാമും അത് സമ്മതിക്കുകയായിരുന്നു. പിന്നെ ഇതിനകത്ത് ഈ പ്രധാനപ്പെട്ട വില്ലൻ കഥാപാത്രം, അത് നമുക്ക് ഇങ്ങനെ ഒരാൾ വേണം, ഇത്തരം രൂപസാദൃശ്യമുള്ള ഒരാൾ വേണം എന്നത് എലനയുടെ ഒരു കണ്ണിങ് ആയിട്ട് എലന പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ തേടി നടക്കുന്നതിൽ മഹയാണ് ഹെൽപ്പ് ചെയ്തത്. മഹയാണ് വിക്കി ഭാരതിയിലേക്ക് ഞങ്ങളെ എത്തിക്കുന്നത്. പിന്നെ വിനുചേട്ടൻ ഇതിനകത്ത് എത്തുന്നതും ഇതുപോലെ ഒരു ഹൈ പവർ എന്ന് തന്നെ പറയാം. കാരണം ഇതിനകത്ത് ഒരു കഥാപാത്രത്തിന് ശബ്ദം കൊടുക്കാനായിട്ട് വരികയായിരുന്നു വിനുചേട്ടനെ നമ്മൾ. പക്ഷേ നമ്മൾ കണ്ടതിനു ശേഷം ഈ ഒരു കഥാപാത്രം വിനുചേട്ടൻ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ വിനുചേട്ടനെ സമീപിക്കുകയും ഗോഡ് ഗ്രേസ് പുള്ളിക്കാരനെ സമ്മതിക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ദേവേഷ് ഇതിലെത്തിപ്പെടുന്നതും അനുഗ്രഹം എല്ലാവരും ഇതുപോലെ അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു നമ്മളിലേക്ക് ഒന്ന് എത്തിപ്പെടണം, നമ്മുടേതായ ഒന്ന് എത്തിപ്പെടണമെങ്കിൽ അത് എങ്ങനെയും നമ്മളിലേക്ക് തന്നെ എത്തിപ്പെടും എന്നുള്ളതാണ് സത്യം. ഈ നാടകം എവിടെയാണ് നടക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ? ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് പ്രീമിയറിംഗ് വരുന്നത് തൈക്കാട് ഗണേശം, സൂര്യ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന തൈക്കാട് ഗണേശം ഫെബ്രുവരി 7 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്കാണ് നടക്കുന്നത്. ഉണ്ണിമൂന്തൻ്റെ നായികയായിരുന്നല്ലോ, പിന്നീട് അധികം ചിത്രങ്ങളിലൊന്നും കണ്ടില്ല, എന്തുകൊണ്ട്? അവസരങ്ങൾ തേടിപ്പോയില്ല, വന്നതുമില്ല. തേടിപ്പോകുമ്പോൾ പലതും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിന് ഞാൻ തയ്യാറല്ലായിരുന്നു. തേടി വന്നതുമില്ല, തേടിപ്പോയതുമില്ല. ആൻഡ് മൈ പാഷൻ വാസ് ടുവേർഡ്സ് ഡാൻസിങ്. അത് ഞാൻ ഫോളോ ചെയ്തു. ആൻഡ് ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. നാടകത്തിലേക്ക് എങ്ങനെയാണ്? നാടകം ദിസ് ഇസ് എ തിയേറ്ററിക്കൽ ഡാൻസ് ഡ്രാമ. അപ്പോൾ ഡാൻസ് അതിനകത്തൊരു എലിമെൻ്റാണ്. ആൻഡ് ഓൾസോ അദ്രിജ ഈസ് മൈ ഫ്രണ്ട്. ഞങ്ങൾ ചെറുപ്പം മുതലേ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഷീ ആക്ച്വലി മെൻഷൻഡ് അബൌട്ട് ദിസ് ഡ്രാമ 2 years back, not about this one but different one. അപ്പോൾ ഇതിപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഷീ ഹാഡ് മീ ഇൻ ഹെർ മൈൻഡ്, വിച്ച് വാസ് സംതിങ് വിച്ച് ഐ തിങ്ക് ദറ്റ് ആസ് എ ബ്ലെസ്സിങ്. അപ്പോൾ എഴുതുമ്പോഴേ അത് മനസ്സിലുള്ളത് കൊണ്ട് എന്നോട് കഥ പറയുമ്പോൾ തന്നെ ഇറ്റ് സൗണ്ടഡ് സോ ഇൻട്രസ്റ്റിംഗ് ടു മീ. അപ്പോൾ എന്തായാലും തിയേറ്ററും ഡാൻസും സ്റ്റേജിലാണല്ലോ. ഐ ലവ് ബീങ് ഓൺ ദി സ്റ്റേജ്. സോ എന്തായാലും എനിക്കും വളരെ സന്തോഷം തോന്നി. സോ ഐ ആം ബിക്കമിങ് എ പാർട്ട് ഓഫ് ദിസ്. മറ്റേതെങ്കിലും പ്രൊജക്റ്റ് ഉണ്ട്? Yeah, I am doing my own works. I have 2 productions now. One is Pada Pradesha, another one is Reflections. അതിങ്ങനെ സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഓൾസോ ഐ എം എ പാർട്ട് ഓഫ് എ കമ്പനി ഇൻ ബാംഗ്ലൂർ, പുണ്യ ഡാൻസ് കമ്പനി. അപ്പോൾ അവിടെയും വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഡാൻസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്തായാലും ഈ മാസം 7-ാം തീയതി വൈകിട്ട് 6 മണിക്ക് തൈക്കാട് ഗണേശം ഓഡിറ്റോറിയത്തിലാണ് ഈ നാടകം അരങ്ങേറുക. റഷ്യൻ അമേരിക്കൻ എഴുത്തുകാരിയായ എലന ഒ ലബദേവയുടെ യഥാർത്ഥ കഥയെ തിയേറ്റർ പ്രവർത്തകയും നടിയും സംവിധായകയും നർത്തകിയും ദേശീയ അവാർഡ് ജേതാവുമായ അദ്രിജ പണിക്കർ തിരക്കഥ നിർവഹിച്ച് വരികൾ രചിച്ച് സംവിധാനം ചെയ്യുന്ന ഒരു പ്രധാന നാടകമാണ് ഇത്. ഈ നാടകത്തിൻ്റെ പേര് ആസ്റ്റ് ഗെറോൺ എന്ന നാടകമാണ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ തിയേറ്റർ ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന ഈ നാടകം വെറുമൊരു നാടകാനുഭവമല്ല നമുക്ക് സമ്മാനിക്കുക എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.